അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 33. സക്കാത്ത് എത്ര വിധം, ഏതെല്ലാം? ഉത്തരം: സക്കാത്ത് 2 ഇനമാണ്. ഒന്ന് സക്കാത്തുൽ ബദനി, അതായത് ശരീരത്തിൻ്റെ സക്കാത്ത്. 2 സക്കാത്തുൽ മാലി, അതായത് മുതലിൻ്റെ സക്കാത്ത്. 35. എന്നാണ് സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത്? ഉത്തരം: ഇസ്ലാമിൻ്റെ 3ാമത്തെ ഫർളായ സക്കാത്ത് ഹിജ്റ 2ാം വർഷത്തിലാണ് നിർബന്ധമാക്കിയത്. 36. ആർക്കൊക്കെയാണ് സക്കാത്ത് നിർബന്ധമായിട്ടുള്ളത്? ഉത്തരം: സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും സക്കാത്ത് വാജിബാണ്. മുക്കല്ലഫ് അല്ലാത്തവരുടെ സക്കാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകേണ്ടതാണ്. 37. ഏതെല്ലാം സമ്പത്തിലാണ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ളത്? ഉത്തരം: 8 ഇനം സമ്പത്തിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. 1 സ്വർണം, 2 വെള്ളി, 3 സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ, 4 കാരക്ക, 5 മുന്തിരി, 6 ആട്, 7 മാട്, 8 ഒട്ടകം. ഇതിനോട് കൂടെ കച്ചവടച്ചരക്കിലും സക്കാത്ത് നിർബന്ധമാണ്. നോട്ട്, റിയാല്, ഡോളർ മുതലായവക്ക് സ്വർണം, വെള്ളി എന്നിവയുടെ വിധി തന്നെയാണ്. 38. വർഷം തികയൽ വാജിബില്ല, ഏതിൽ? ഉത്തരം: ധാന്യം, പഴങ്ങൾ എന്നിവ അല്ലാത്തവയിൽ കണക്ക് പൂർത്തിയാവലും 1 വർഷം പൂർത്തിയാവലും സക്കാത്ത് വാജിബാകാനുള്ള ഷർത്തുകളാണ്. എന്നാൽ ധാന്യത്തിലും കാരക്ക, മുന്തിരി എന്നിവയിലും കൊല്ലം തികയേണ്ടതില്ല. 39. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കണക്ക് എത്രയാണ്? ഉത്തരം: സ്വർണത്തിൻ്റെ കണക്ക് 20 മിസ്കാൽ, അതായത് 85 ഗ്രാം ആണ്. വെള്ളിയുടെ കണക്ക് 200 ദിർഹം, അതായത് 595 ഗ്രാമും ആണ്. 40. കച്ചവടച്ചരക്കുകൾക്ക് എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഉത്തരം: കച്ചവടച്ചരക്കുകളുടെ വില കൊല്ലവസാനത്തിൽ കണക്ക് പൂർത്തിയായതാണെങ്കിൽ വിലയുടെ 2.5% സക്കാത്തായി നൽകണം. 41. സ്വർണം, വെള്ളി എന്നിവയ്ക്ക് എത്ര ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഉത്തരം: ഇവക്ക് 2.5% സക്കാത്തായി നൽകണം. 42. നെല്ല്, ധാന്യങ്ങൾ, പഴങ്ങൾ എന്നിവയുടെ സക്കാത്തിൻ്റെ കണക്ക് എത്രയാണ്? ഉത്തരം: ധാന്യങ്ങളുടെയും കാരക്ക, മുന്തിരി എന്നിവയുടെയും കണക്ക് 5 ഔസുക്ക്, അതായത് 960 ലിറ്ററാണ്. എന്നാൽ നെല്ല് പോലെയുള്ളവ 10 ഔസുക്കുണ്ടായിരിക്കണം. ഇവ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ 20-ൽ 1 അല്ലെങ്കിൽ 10-ൽ 1 സക്കാത്തായി കൊടുക്കേണ്ടത്. 43. ആട്, മാട്, ഒട്ടകം എന്നിവയുടെ സക്കാത്തിൻ്റെ കണക്ക് എത്രയാണ്? ഉത്തരം: ഒട്ടകത്തിൻ്റെ ചുരുങ്ങിയ കണക്ക് 5 ആണ്. അതിൽ 1 ആട് കൊടുക്കൽ വാജിബാണ്. പശുവിൻ്റെ കുറഞ്ഞ കണക്ക് 30 ആണ്. അതിൽ 1 വയസ്സായ പശുക്കുട്ടിയെ കൊടുക്കണം. ആടിൻ്റെ ചുരുങ്ങിയ കണക്ക് 40 ആണ്. അതിൽ 1 ആടിനെ കൊടുക്കേണ്ടതാണ്. 44. ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണങ്ങൾക്ക് സക്കാത്തുണ്ടോ? ഉത്തരം: അവക്ക് സക്കാത്തില്ല. 44. സക്കാത്തുൽ ബദന് എന്നാൽ എന്ത്? ഉത്തരം: ശരീരത്തിൻ്റെ സക്കാത്താണ് സക്കാത്തുൽ ബദനി. ഇതിന് സക്കാത്തുൽ ഫിത്രി എന്നും പറയും. 47. ഫിത്ർ സക്കാത്തിൻ്റെ സമയം ഏത്? ഇത് വാജിബാണ് ആർക്കെല്ലാം? ഉത്തരം: ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ് ഫിത്ർ സക്കാത്ത് വാജിബാകുന്നത്. ഫിത്ർ സക്കാത്ത് വാജിബാകുന്ന സമയത്ത് തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും പെരുന്നാൾ ദിവസത്തെയും അതിൻ്റെ രാത്രിയിലെയും ഭക്ഷണം, കടം, വസ്ത്രം, പാർപ്പിടം മുതലായവ കഴിച്ചു ബാക്കിയുള്ളവർക്കാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളത്. 47. ആർക്കെല്ലാം വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കണം? ഉത്തരം: സ്വന്തം ശരീരത്തിനെ തൊട്ടും ചിലവ് കൊടുക്കൽ നിർബന്ധമായ മുസ്ലിമിനെ തൊട്ടും അവരവരുടെ നാട്ടിൽ മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്ന ധാന്യത്തിൽ നിന്ന് ഓരോരുത്തർക്ക് വേണ്ടിയും ഓരോ സ്വാവ്, അതായത് 3.200 ലിറ്റർ കൊടുക്കൽ നിർബന്ധമാണ്. 48. സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം? ഉത്തരം: സക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കിവെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യലും അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കലും സക്കാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്തുകളാണ്. 49. സക്കാത്ത് പിന്തിപ്പിക്കുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം: പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ സക്കാത്ത് കൊടുക്കണം. കാരണം കൂടാതെ നിസ്കാരത്തിൻ്റെ ശേഷത്തേക്ക് പിന്തിക്കൽ കറാഹത്തും ആ ദിവസത്തെ വിട്ട് പിന്തിക്കൽ ഹറാമുമാണ്. 50. പിണങ്ങി നിൽക്കുന്ന ഭാര്യയുടെ സക്കാത്തിൻ്റെ വിധി എന്താണ്? ഉത്തരം: പിണങ്ങി നിൽക്കുന്ന ഭാര്യയെ തൊട്ട് ഭർത്താവ് സക്കാത്ത് കൊടുക്കേണ്ടതില്ല.
കഴിവുണ്ടെങ്കിൽ അവൾ കൊടുക്കൽ നിർബന്ധമാണ്. കഴിവില്ലാത്ത ഭർത്താവ് ഭാര്യയുടെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അവൾക്ക് കഴിവുണ്ടെങ്കിലും അവളും കൊടുക്കേണ്ടതില്ല. 51. സക്കാത്തിൻ്റെ അവകാശികൾ എത്ര ആരെല്ലാം? ഉത്തരം: സക്കാത്തിൻ്റെ അവകാശികൾ 8 വിഭാഗമാണ്. ഖാലല്ലാഹു തആല: ഇന്നമസ്സദഖാത്തു ലിൽഫുഖറാഇ വൽമസാകീനി വൽആമിലീന അലൈഹാ വൽമുഅല്ലഫതി ഖുലൂബുഹും വഫീർ റിഖാബി വൽഗാരിമീന വഫീ സബീലില്ലാഹി വബ്നിസ് സബീൽ. ഫക്കീർ, മിസ്കീന്, സക്കാത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർ, പൊതു മുസ്ലിമീങ്ങൾ, അടിമത്തമോചന കരാർ എഴുതപ്പെട്ട അടിമ, കടം കൊണ്ട് വലഞ്ഞവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, വഴിയാത്രക്കാർ. 52. സക്കാത്തിൻ്റെ അവകാശികളെക്കുറിച്ച് വിശദീകരിക്കാമോ? ഉത്തരം: 1. ഫക്കീർ, അതായത് തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും ചിലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവനാണ് ഫക്കീർ. ചിലവിൻ്റെ 80% പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് മിസ്കീന്. 3. മുസ്ലിം ഭരണാധികാരി സക്കാത്ത് ശേഖരിക്കാനും ഓഹരി ചെയ്യാനും മറ്റും നിയമിക്കുന്ന ജോലിക്കാരാണ് ആമിൽ. നവമുസ്ലിങ്ങളാണ് മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത്. ശരിയായ നിലക്ക് അടിമത്തമോചന കരാർ എഴുതപ്പെട്ട അടിമകളാണ് റിഖാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ഇരുവിഭാഗത്തിൻ്റെ ഇടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയോ പൊതു മസ്ലഹത്തിന് വേണ്ടിയോ കടം വാങ്ങിയവനാണ് ഓരിമ്. സ്വന്തം ആവശ്യത്തിനല്ലാതെ കടം വാങ്ങിയവൻ കഴിവുള്ളവനാണെങ്കിലും സക്കാത്തിന് അവകാശിയാകുന്നു. പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനാണ് ഫീ സബീലില്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ കഴിവുള്ളവരാണെങ്കിലും സക്കാത്ത് വാങ്ങാവുന്നതാണ്. ഇബ്നു സബീൽ എന്നാൽ യാത്രക്കാരനാണ്. അവൻ്റെ യാത്ര ഹലാലായതാവുകയും ആവശ്യമുള്ളവനാവുകയും ചെയ്താൽ മാത്രമേ സക്കാത്തിന് അവകാശിയാവുകയുള്ളൂ. 53. സക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ ഏതെല്ലാം? ഉത്തരം: മുസ്ലിമായിരിക്കുക, സ്വതന്ത്രനായിരിക്കുക, ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക.